ബഹുമാനപ്പെട്ട അതിഥികൾ, ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങിന് ഒരു പ്രത്യേകതയുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഭാരതീയ സമാജ് ആലോചിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമും കൂടി ഇതുമായിട്ട് ക്ലബ് ചെയ്താണ് ഇന്നത്തെ പുസ്തക പ്രകാശനം നടക്കുന്നത്. പുസ്തകം നമുക്കറിയാം, പുസ്തകത്തിലൂടെ കവികളും എഴുത്തുകാരും എല്ലാം തന്നെ കൂടുതലും പറയുന്നത് പരിസ്ഥിതിയെപ്പറ്റിയും പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റിയും പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പറ്റിയും ഒക്കെ തന്നെയാണ് കവികളും എഴുത്തുകാരും സംസാരിക്കുന്നത് അവരുടെ വാക്കുകളിൽ കൂടെ. അതുകൊണ്ട് തന്നെ ഈ പുസ്തക പ്രകാശനം അതുകൂടി ഉൾപ്പെടുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിനോടൊപ്പം ഈ പരിപാടിയും കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഇവിടെ നമ്മൾ നടത്തുന്നത്. ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ശ്രീ തെന്നൂർ രാമചന്ദ്രൻ സാറിൻ്റെ ജന്മാന്തരങ്ങൾ ചന്ദ്രോദയങ്ങൾ എന്ന കവിതാ സമാഹാരമാണ് ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനും അതുപോലെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ശ്രീ BS ബാലേന്ദ്രൻ സാറാണ്. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുരോഗമനം ഇത്രയും രീതിയിൽ വന്നതിൻ്റെ നെടുംതൂണായി നിൽക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പും ഓരോ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു വ്യഗ്രതയും അതെല്ലാം കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഇന്നിപ്പോൾ നമ്മൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഏകദേശം 300 പുസ്തകങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് 1.5 വർഷക്കാലത്തിനുള്ളിൽ. അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ കൊണ്ടും ആ ഒരു ടീം വർക്കും എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ഈ സദ്ഭാവന ട്രസ്റ്റിന് ഇത്ര നന്നായി ഇത്രയും ചെറിയ കാലത്തിൽ ഇത്രയും നന്നായി ഇത്രയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് വൈജ്ഞാനിക സാഹിത്യ മഹാപ്രതിഭയായ ഡോക്ടർ MR തമ്പാൻ സാറാണ്. അദ്ദേഹം സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്ററാണ്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പുസ്തകങ്ങൾ ഇത്രയും കൃത്യമായി എഡിറ്റ് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്നതിൻ്റെ പ്രധാനക്കാരൻ അദ്ദേഹം തന്നെയാണ്. എല്ലാ പുസ്തകവും അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൂടെ അദ്ദേഹത്തിൻ്റെ വായനയിൽ കൂടി വന്നാണ് എല്ലാ പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീമതി ഗിരിജ സേതുനാഥാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ബഹുമുഖ പ്രതിഭയാണ്. സാഹിത്യരംഗത്തെ ഒരു വ്യത്യസ്തമായ മുഖമുള്ള എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. ചെറുകഥകളാണെങ്കിൽ 200-ൽ പരം ചെറുകഥകൾ, 100-ൽ പരം കവിതകൾ, 36-ൽ പരം നോവലുകൾ, അതേപോലെ തന്നെ റേഡിയോ നാടകങ്ങൾ, അതേപോലെ രചനകൾ, ടെലിഫിലിം സംവിധാനം, അങ്ങനെ ധാരാളം എല്ലാ സാഹിത്യ കലാമേഖലകളിലെ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരു പ്രധാന വ്യക്തിത്വമാണ് ഇന്ന് ഈ പുസ്തക ചടങ്ങ് പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്നത്. അതിൽ ഭാരതീയ സമാജിനുള്ള അങ്ങേയറ്റത്തെ സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം മാഡത്തിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. വളരെ സുന്ദരിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല എന്നാണ് സാറ് പറഞ്ഞത്. അതുമാത്രമല്ല, എനിക്ക് ഓർമ്മയുള്ളതേ, നമ്മളൊക്കെ പണ്ട് എൻ്റെ കോളേജ് കാലത്തൊക്കെ ഇങ്ങനെ വരുമായിരുന്നു പരസ്യം. ശ്രീമതി ഗിരിജ സേതുനാഥ് എഴുതുന്ന നോവൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? മനോരമ അതുപോലെയുള്ള ധാരാളം നോവൽ വരും. അപ്പോൾ ഈ ഗിരിജ സേതുനാഥ് എന്ന് പറയുമ്പം ഒരുമാതിരി നല്ല നോവലുകളായിരുന്നു അന്ന്. അപ്പോൾ ആളിനെ കാണാൻ പറ്റുന്ന BSSൽ നേരത്തെ ഒരു പരിപാടിക്ക് വന്നപ്പോഴാണ് ആളിനെ ആദ്യമായിട്ട് കാണുന്നത്. നല്ലൊരു സന്തോഷമുണ്ട്. നമ്മുടെ കോളേജ് കാലത്തെ സ്കൂൾ കാലത്തെയൊക്കെ കഥകളിൽ കൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി ഗിരിജ സേതുനാഥ്. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീമതി നിർമ്മല രാജഗോപാലാണ്. മാഡവും എഴുത്തുകാരിയാണ്, നിരൂപകയാണ്, അതുപോലെ ഗാനരചയിതാവാണ്. അങ്ങനെ സാഹിത്യരംഗത്തെ 2 പ്രശസ്ത വ്യക്തികൾ തന്നെയാണ് ഇന്ന് ഈ പുസ്തക പ്രകാശനത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീമതി നിർമ്മല രാജഗോപാൽ മാഡത്തിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ആറ്റുകാൽ ഓമനക്കുട്ടൻ, അദ്ദേഹമാണ് ഇന്ന് ഈ ചടങ്ങിന് ആശംസ പറയുന്നത്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട നമ്മുടെ എല്ലാ കാവ്യ സദസ്സുകളിലും നിറസാന്നിധ്യമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ തെന്നൂർ രാമചന്ദ്രൻ സാർ. അദ്ദേഹത്തിൻ്റെ 104 കവിതകൾ അടങ്ങിയ ഒരു കവിതാ സമാഹാരമാണ് ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ വിവിധ വിഷയങ്ങളെ കേന്ദ്രമാക്കി അത് സ്വന്തം മനസ്സിൻ്റെ ആശയങ്ങളും കൂടി ഉൾപ്പെടുത്തി വളരെ വായനാപരമായി എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കവിതകളാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ സാറിനോട് പറയണ്ടായി, കവിത എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു എങ്ങനെ എന്നൊരിതാണ്. പക്ഷേ വായിച്ച് നോക്കിയപ്പോൾ എല്ലാ കവിതകളും നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ
വളരെ നല്ലതായ ഇപ്പോഴത്തെ കവിതകൾ, പല കവിതകളും വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വേറിട്ട് വളരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആശയങ്ങളും അതുപോലെ വരികളും ഉള്ള ഒരു കവിതാ സമാഹാരമാണിത്. അദ്ദേഹത്തിന് ഈ പുസ്തകം ഇവിടെ പബ്ലിഷ് ചെയ്യുന്നതിൽ സദ്ഭാവന ട്രസ്റ്റിന് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്ന സദ്ഭാവന ട്രസ്റ്റിൻ്റെ പബ്ലിക്കേഷൻ ഓഫീസർ സിന്ധു സുരേഷിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ധാരാളം പരിസ്ഥിതി രംഗത്തെ മഹാരഥന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ കാവ്യസ്നേഹികളെയും സഹപ്രവർത്തകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പുസ്തക പ്രകാശനം തികച്ചും വ്യത്യസ്തമായ പശ്ചാത്തലത്തിലാണ് നടത്തപ്പെടുന്നത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ എല്ലാവരും നന്നായി വിയർക്കുന്നുണ്ട്. 3 ഫാനുകൾ പ്രവർത്തിച്ചാലും താങ്ങാൻ കഴിയാത്ത അത്ര ചൂടാണ്. കേരളത്തിലെ താപനില ആകെ താളം തെറ്റിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ലോകത്ത് വളരെയധികം ഉത്കണ്ഠയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വലിയ വിഷയമാണ്. ലോകത്തെമ്പാടും തന്നെ ഗൗരവപൂർവമാണ് ഈ വിഷയത്തെ ഉത്തമചിന്തകരായ ആൾക്കാർ വിലയിരുത്തുന്നത്. സൗത്ത് ആഫ്രിക്ക താമസിയാതെ രണ്ടാകും. അതിലൊരു ഭാഗം ഭാരതത്തിൻ്റെ കടൽത്തീരത്ത് കേരളമടങ്ങുന്ന ഭൂപ്രദേശത്ത് വന്നു ചേരും എന്നൊക്കെ ഉള്ള പ്രൊജക്ഷൻസ് ഭൗമശാസ്ത്രജ്ഞന്മാർ സചിത്രം വിശദീകരിച്ചിട്ടുണ്ട്. ഇത് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ സംശയമുള്ളൂ. പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങൾ ഓർക്കാപ്പുറത്താണ്. സുനാമി എന്നെങ്കിലും ഉണ്ടാകുമെന്നല്ല നാം ധരിച്ചത്. സുനാമി ഉണ്ടായപ്പോഴാണ് നാം അറിയുന്നത് സുനാമി ഒന്നും. കടപ്പുറത്തു നിന്ന് കടൽക്കാറ്റ് കൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ കൂട്ടത്തോടെ കടലിലേക്ക് ഒലിച്ചുപോയി. ഇന്നും തിരിച്ചറിയപ്പെടാത്ത, കണ്ടുകിട്ടാത്ത എത്രയോ ആളുകൾ സുനാമി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ നഷ്ടം ഇപ്പോഴും അത്ഭുതത്തോടുകൂടിയും ഭയത്തോടു കൂടിയാണ് നാം ഓർക്കുന്നത്. ഈ ഭൂമിയിലുണ്ടാകുന്ന വിള്ളൽ കുറേ കാലമെടുക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രകൃതിയാണ്, ഏത് സമയവും സംഭവിക്കാം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വളരെ അപകടകരമായ സാമൂഹ്യ സാഹചര്യം, ഭൗമ സാഹചര്യം നമ്മെ ഉറ്റുനോക്കുകയാണ്. ഈ ഭാഗത്ത് നമ്മുടെ കടൽത്തീരത്ത് വന്നു ചേരുമ്പോൾ സംഭവിക്കുന്നത് കേരളമടക്കമുള്ള ഭൂപ്രദേശം മുഴുവൻ മഞ്ഞ് പ്രദേശമായി മാറും. നമ്മളൊന്നും കാണത്തില്ല, ആരും കാണത്തില്ല. ആ നിലയിലുള്ള വെല്ലുവിളി പാരിസ്ഥിതികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനം വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം വളരെ വലിയ വിഷയവും തന്നെയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വ്യതിയാന സംഭവങ്ങൾ എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കേരളത്തിൽ അധികരിച്ചു വരുന്ന ഈ താപം ഇപ്പോൾ നാം അനുഭവിക്കുന്നതിനേക്കാളും 4-5 ഡിഗ്രി കൂടി ചൂട് കൂടുമെന്നാണ് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണത്തിൽ കേന്ദ്രക്കാർ
വെളിപ്പെടുത്തിയ വിവരം എന്ന് പറയുന്നത്. വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഈ അവസ്ഥ എങ്ങനെയുണ്ടായി നമ്മുടെ നാട്ടിൽ? ഇത് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിലുണ്ടായതാണോ? നാം ആലോചിക്കേണ്ടതാണ്. കേരളത്തിൽ എങ്ങനെ ഇത്ര വേഗം ഈ വിധം ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് നാം ആലോചിക്കണം. നമ്മുടെ നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് എന്ന ഓർഗനൈസേഷൻ സാർവദേശീയ തലത്തിൽ നേച്ചർ ക്ലബ്ബുകൾ രൂപീകരിക്കുവാനും പ്രകൃതി സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് വെസ്റ്റേൺ ഘട്ട് ഏരിയ, അതായത് പശ്ചിമഘട്ട മേഖല, നമ്മുടെ ഈ ഭൂപ്രദേശം സംരക്ഷിക്കണം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് ഈ പശ്ചിമഘട്ട മേഖല എന്ന് പറയുന്നത്. ലോക ഭൂപടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശമായി ചൂണ്ടിക്കാണിക്കുന്ന ഈ പശ്ചിമഘട്ട മേഖല, അതായത് നമ്മുടെ സംസ്ഥാനമടങ്ങുന്ന ഭൂപ്രദേശം, ഈ പ്രദേശം ഏറെ ഗൗരവത്തോടുകൂടി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് എന്ന ഓർഗനൈസേഷൻ ഗൗരവപൂർവ്വം നമ്മോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം പരിസ്ഥിതി ദിനാചരണ പരിപാടി പശ്ചിമഘട്ട മേഖലയുടെ പ്രത്യേക സംരക്ഷണാർത്ഥം B2 വെസ്റ്റേൺ ഗാർഡ്സ്, B2 വെസ്റ്റേൺ ഗാർഡ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തോടുകൂടി പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണത്തിനായി ഒരു വളരെ വലിയ മുന്നേറ്റ പരിപാടി, ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന പരിസ്ഥിതി മാസാചരണം നടത്തണമെന്ന് നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് തീരുമാനിച്ചിരിക്കുന്നു. ജൂൺ 5 മുതൽ ജൂലൈ 4 വരെയുള്ള ഒരു മാസം ഇതിന് വളരെ വലിയ ക്യാമ്പയിൻ നടത്തണം എന്നുള്ളതാണ് ആഗ്രഹം. ഈ ക്യാമ്പയിൻ ഒരു മാസക്കാലം നടത്തിയതുകൊണ്ട് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നുള്ളതല്ല. എല്ലാ വിഭാഗം ആളുകളെയും, നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും പരിസ്ഥിതി സംരക്ഷണ, പ്രകൃതി സംരക്ഷണ രംഗങ്ങളിൽ ബന്ധപ്പെടുത്തുവാനുള്ള കർമ്മപരിപാടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്കൂൾ വിദ്യാർത്ഥികളായാലും കോളേജ് വിദ്യാർത്ഥികളായാലും നമ്മുടെ എല്ലാ വിഭാഗം ആളുകളും പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി അവരവരാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ തയ്യാറാകണം. കേരളം നേരിട്ട ഏറ്റവും വലിയ, ഈ അടുത്ത കാലത്ത് നേരിട്ട ഏറ്റവും വലിയ ദുരന്തം ഏതാണ്? 1980കളിൽ ഇതുപോലെ ഒരു കടുയ വരൾച്ചയുണ്ടായി കേരളത്തിൽ. നമ്മുടെ കുന്നുകളെല്ലാം മൊട്ടക്കുന്നുകളായി കിടന്നിരുന്ന ഒരു കാലം. അന്ന് നടന്നൊരു മാസി അഫോറസ്റ്റേഷൻ പ്രോഗ്രാമാണ് കേരളത്തിൽ വ്യാപകമായി തഴച്ചു വളർന്ന പച്ചപ്പ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ ദേശീയപാത വികസനത്തിൻ്റെ പേരിൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് മരങ്ങളാണ് വെട്ടിവീഴ്ത്തപ്പെട്ടത്. ലക്ഷക്കണക്കിന് മരങ്ങൾ. ട്രില്യൺ ടൺ ഓക്സിജനാണ് കേരള സമൂഹത്തിൽ നഷ്ടപ്പെട്ടത്. ട്രില്യൺ ടൺ, പ്രതിദിനം ട്രില്യൺ ടൺ ഓക്സിജനാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടത്. കേരളത്തിലെ താപം ഉയരുവാൻ മറ്റെന്തെങ്കിലും വേണമോ? ഈ മരങ്ങൾ വെട്ടിമുറിച്ച് മാറ്റിയപ്പോൾ പകരം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുവാൻ ആരും തയ്യാറായില്ല. പകരം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം മരങ്ങൾ വെട്ടിമുറിക്കുക എന്ന് പറയുന്ന ലോക സംസ്കാരവുമായി നമ്മുടെ ദേശീയപാത വികസനത്തിന് ഒരു ബന്ധവും ഉണ്ടായില്ല. എന്തൊരു ആവേശത്തോടു കൂടിയാണ് മരങ്ങൾ വെട്ടിമുറിച്ച് വീഴ്ത്തപ്പെടുന്നത്. ഒരു നിഷ്കരുണം, നിർദാക്ഷിണ്യം മരങ്ങൾ മുഴുവൻ വെട്ടിവീഴ്ത്തപ്പെട്ടു. മനുഷ്യൻ ഉരുകുകയാണ്. കേരളത്തിലെ ആളുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വളരെ വൻതോതിലുള്ള ഓക്സിജൻ ഇവിടെ ലഭ്യമല്ലതായിരിക്കുന്നു. അന്തരീക്ഷം താപത്താൽ വളരെ വലിയ നിലയിൽ ഉയർന്നിരിക്കുന്നു. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ജനങ്ങളറിയണം. മരങ്ങൾ വെട്ടിവീഴ്ത്തപ്പെട്ടതുകൊണ്ട് നാം വിലപിച്ചതുകൊണ്ട് കാര്യമില്ല. പകരം ഗ്രീനറി സൃഷ്ടിക്കുവാൻ, നാടെങ്ങും പച്ചപ്പ് സൃഷ്ടിക്കുവാൻ, നാട് സംരക്ഷിക്കുവാൻ, നമ്മുടെ പുഴകളും കുളങ്ങളും എല്ലാം സംരക്ഷിക്കുവാൻ എല്ലായിടത്തും ജനങ്ങൾ തയ്യാറായി മുന്നിട്ടിറങ്ങണം. ഇതിൻ്റെ കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഇല്ല. എല്ലാ വിഭാഗം ആളുകളും, എല്ലാ സംഘടനകളും, എല്ലാ പ്രസ്ഥാനങ്ങളും ഈ ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ തയ്യാറാകണം.
നേച്ചർ ക്ലബ്ബ് എന്ന് പറയുന്നത് ജീവന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. നമുക്ക് ജീവിക്കാൻ, നമ്മുടെ അന്തരീക്ഷം സംരക്ഷിക്കുവാൻ നേച്ചർ ക്ലബ്ബുകൾ സാർവത്രികമായി ഉണ്ടാകണമെന്നുള്ള ചിന്ത എല്ലായിടത്തും നടത്തുവാനുള്ള ഒരു ക്യാമ്പയിനാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി മാസാചരണ പരിപാടി. ജൂൺ 5 മുതൽ ജൂലൈ 4 വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഈ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേച്ചർ ക്ലബ്ബുകൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവിടെ നേച്ചർ ക്ലബ്ബ് വേൾഡ് വൈഡിൻ്റെ ഡയറക്ടർ ബിന്ദു രാജേന്ദ്രൻ പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷം സംസാരിക്കുന്നതാണ്. ഒരു വളരെ വലിയ ക്യാമ്പയിൻ, എല്ലാവരും പങ്കാളികളാകണം. ഇന്നിവിടെ കവികൾ ധാരാളം പങ്കെടുക്കുന്നുണ്ട്. ഒരു പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന ശ്രീ തെന്നൂർ രാമചന്ദ്രൻ്റെ, അതിലും പലയിടങ്ങളിലും പരാമർശിക്കുന്ന വിഷയം പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിനാണെങ്കിൽ ഭാരതീയ സമാജവുമായി ബന്ധമുണ്ട്. അദ്ദേഹം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ 1977 മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് വരുമ്പോൾ ഭാരതീയ സമാജത്തിനെ കുറിച്ച് അന്വേഷിക്കുവാൻ കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ്റെ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാത്ത ഭാരതീയ സമാജത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹമാണ് ഇന്ന് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ഇന്നിവിടെ കവികൾ ഒത്തുകൂടുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഇത് പറയാൻ കാരണം. കവികൾ ഇത് പറയണം, പാടണം. സുഗതകുമാരി ടീച്ചർ മരിച്ചതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടുകൂടി ആൽമരം പോലും വളരെ സന്തോഷത്തോടെ ഇപ്പോൾ മുറിച്ചു മാറ്റുന്നത്. എത്ര ആൽമരങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ പോലും മുറിച്ചു മാറ്റി, എത്ര ആൽമരങ്ങൾ. അതുപോലൊരു ആൽമരം, തയ്ക്കാടക്കുന്ന ആൽമരം, അതുപോലൊരു ആൽമരം വളർന്നു വരണമെങ്കിൽ എത്ര നൂറ്റാണ്ടെടുക്കണം. വളരെ സന്തോഷത്തോടുകൂടിയാണ് എല്ലായിടത്തും നടന്ന് മരങ്ങൾ മുറിക്കുകയാണ്. മരങ്ങൾ മുറിച്ചു മാറ്റാൻ ആർക്കും ഒരു വിഷമവുമില്ല. ഇവിടെ ഇരിക്കുന്ന കവികൾ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ, ഉത്തമചിന്തകരായ നിങ്ങൾ ഓരോരുത്തരും തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും സാർവത്രിക നേച്ചർ ക്ലബ്ബ് രൂപീകരണ പ്രസ്ഥാനവുമായി സഹകരിക്കുകയും ചെയ്തുകൊണ്ട് നാടെങ്ങും നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്ന നിലയിൽ ഓരോ നേച്ചർ ക്ലബ്ബുകൾ 1, 2, 10, 100 നേച്ചർ ക്ലബ്ബുകൾ രൂപീകരിക്കാൻ തയ്യാറായാൽ ഉചിതമായിരിക്കും. ഇന്നലെ ഞാൻ കേരളത്തിലെ ഒരു പ്രമുഖ അധ്യാപക സംഘടനാ നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയുണ്ടായി. അവർ ഈ വർഷം എല്ലാ സ്കൂളുകളിലും നേച്ചർ ക്ലബ്ബുകളിലും ഓരോ ക്ലാസ്സിനും ഒരു നേച്ചർ ക്ലബ്ബ് എന്ന നിലയിൽ രൂപീകരിക്കാനുള്ള ആലോചന നടത്താൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പലരും മുന്നോട്ട് വരികയാണ്. എല്ലാ ആൾക്കാരെയും, എല്ലാ പ്രസ്ഥാനങ്ങളെയും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, സാമൂഹിക സംഘടനകളെ ഒക്കെ തന്നെ നേരിട്ട് കണ്ട് ഒരു അഭ്യർത്ഥനയായി ഈ നേച്ചർ ക്ലബ്ബ് രൂപീകരണം ഒരു വലിയ പ്രസ്ഥാനമായി ഏറ്റെടുക്കുന്ന മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടി ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുന്ന സമയത്ത് ചർച്ച ചെയ്യപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീമതി ഗിരിജ സേതുനാഥ് വളരെ ഉൾക്കരുത്തുള്ള ഒരു സാഹിത്യകാരിയാണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാഹിത്യകാരിയാണ്. ശ്രീമതി ഗിരിജ സേതുനാഥാണ് ഇന്നത്തെ പുസ്തക പ്രകാശനം നടക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പുസ്തക പ്രകാശനം നിർവഹിക്കുവാനും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുമായി നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ എം ആർ തമ്പാൻ സാർ നമ്മുടെ ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ട് പുസ്തക പരിചയം നടത്തുന്നതാണ്. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമസ്കാരം. അധ്യക്ഷൻ ശ്രീ ബാലേന്ദ്രൻ, ശ്രീമതി ഗിരിജ സേതുനാഥ്, ശ്രീമതി നിർമ്മല രാജഗോപാൽ, ശ്രീ ഓമനക്കുട്ടൻ, ജയ, ഈ ചടങ്ങിൻ്റെ താരമായ തെന്നൂർ രാമേന്ദ്രൻ, മാന്യ സുഹൃത്തുക്കളെ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച്, ആവശ്യകതയെക്കുറിച്ച് ബാലേന്ദ്രൻ ഇവിടെ പറയുകയുണ്ടായി. കാലാവസ്ഥ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ മാറാതെ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ ഞാൻ 1:30 മണിക്കാണ് ഉറങ്ങാൻ പറ്റിയത്. കാരണം 10 മണി തൊട്ട് ഒരു 15 മിനിറ്റ് ഇടവിട്ട് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ് ഷെഡിങ് ആയിരുന്നെങ്കിൽ മനസ്സിലാക്കാം.
ഇത് അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങാണ്. അവർക്ക് തോന്നുമ്പോഴെല്ലാം ഇതാണ്. ഇപ്പോൾ രാത്രിയും പകലുമെല്ലാം സുനാമി ഉണ്ടാകുന്നു, കൊറോണ ഉണ്ടാകുന്നു, പ്രളയമുണ്ടാകുന്നു. ഇതിനെല്ലാം ഒരു പരിഹാരം അതാണ് നാച്ചുറൽ ക്ലബ്ബ് തുടങ്ങുന്ന പുതിയ ദൗത്യം, പുതിയ ക്യാമ്പയിൻ. ബാലേന്ദ്രൻ അതിവിടെ പറഞ്ഞതിനൊരു പ്രസക്തിയുണ്ട്. ലോകത്താദ്യമായി പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി കവികൾ മുന്നിട്ടിറങ്ങുന്ന രാജ്യം നമ്മുടെ കേരളമാണ്. സൈലൻറ്റ് വാലി സംരക്ഷിക്കാൻ വേണ്ടി പ്രകൃതി സംരക്ഷണ സമിതി NV ചെയർമാനും സുഗതകുമാരി ടീച്ചർ സെക്രട്ടറിയുമായി ഉണ്ടായ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം കൊണ്ടാണ് സൈലൻറ്റ് വാലി സംരക്ഷിക്കാനും പരിസ്ഥിതിയെക്കുറിച്ചൊരു അവബോധം ജനങ്ങൾക്ക് നൽകുവാനും കഴിഞ്ഞത്. NVയുടെ മരണത്തോടെ, ടീച്ചറിൻ്റെ മരണത്തോടെ ഇന്ന് മരത്തിന് നേരെ മഴ ഉയരുമ്പോൾ അരുതേ എന്ന് പറയാൻ ആരുമില്ലാത്ത ഒരു ശൂന്യത നമ്മൾ അനുഭവപ്പെടുന്നതാണ്. അത് നികത്താൻ നേച്ചർ ക്ലബിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ചടങ്ങിലേക്ക് കടക്കുകയാണെന്ന് ഇന്നത്തെ പുസ്തക പ്രകാശനം ജന്മാന്തരങ്ങളിൽ ചന്ദ്രോദയങ്ങൾ ശ്രീ തെന്നൂർ രാമേന്ദ്രൻ രചിച്ചതാണ്. ഇവിടെ കവികളും മറ്റ് സർക്കാർ സാഹിത്യകാരന്മാരുമാണ് ഇവിടെ നിരന്നിരിക്കുന്ന എനിക്ക് ശേഷവും സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് ഈ 141 കവിതകളെയോ അല്ലെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് കവിതകളെയോ എടുത്ത് സംസാരിക്കുന്നതിന് പകരം ഈ കവിതയുടെ ഒരു സവിശേഷത മാത്രം എടുത്ത് പറയട്ടെ. ഒന്ന്, വളരെ നാളുകൂടിയാണ് ഛന്ദസ്സുള്ള ഒരു കവിതാ സമാഹാരം, പാരമ്പര്യ കവിതകളുടെ ഒരു സമാഹാരം ഞാൻ കാണുന്നു. നമ്മുടെ കാവ്യശാഖയിൽ സമാന്തരമായി 2 കാവ്യശാഖകളുണ്ട്. ഒന്ന് പാരമ്പര്യ കവിതകളാണ്, അതായത് വൃത്തവും അലങ്കാരവുമുള്ള കവിതകൾ, ഛന്ദസ്സുള്ള കവിതകൾ. അതുകൊണ്ട് തന്നെ അതിന് താളമുണ്ട്, ലയമുണ്ട്, ഈണമുണ്ട്, സംഗീതമുണ്ട്. നമ്മുടെ ചുണ്ടുകളിൽ തങ്ങി നിൽക്കുന്ന ശ്രീ രാമേന്ദ്രൻ്റെ കവിതയുടെ ഏറ്റവും വലിയ സവിശേഷതയായി ഞാൻ കാണുന്ന ഇതാണ്. പാരമ്പര്യ കവിതയെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിനർത്ഥം നവീന കവിത മോശമാണ് എന്ന അർത്ഥത്തിലല്ല. നവീന കവിതയ്ക്കും വളരെയേറെ സവിശേഷതകളുണ്ട്. മതശാസനങ്ങളെ, പ്രത്യയശാസ്ത്രങ്ങളെ, സത്യാനന്തര കാലത്തെ മിഥ്യയോ സത്യമോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയെ അതിനെ ഒന്നും പുണരാതെ തൻ്റെ മനസാക്ഷിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് തൻ്റെ ആശയം വളരെ ദാർഢ്യത്തോടുകൂടി അനുവാചകന്, വായനക്കാരന് പകർന്നു കൊടുക്കാൻ വളരെ പരുക്കൻ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കവിതയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ഒരു ആശയ സംവേദനത്തിന്, ആശയത്തിൻ്റെ തീവ്രത പ്രകടിപ്പിക്കുന്നതിന് ആ കവിത, നവീന കവിത വളരെ ഉപകരിക്കും. വേസ്റ്റ് ലാൻഡിൽ T.S. എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡിൽ നിന്ന് തുടങ്ങി നമ്മൾ അനുകരിച്ച ഇതാണ്. ഇവിടെ സച്ചിദാനന്ദനും അയ്യപ്പ പണിക്കരും തുടരുന്ന കവിതയാണ്. പക്ഷേ സച്ചിദാനന്ദനെ പോലെ, അയ്യപ്പ പണിക്കരെ പോലെ ഞാനും നവീന കവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറും ഗദ്യം വിഘടിച്ചെഴുതി കവിത ചമയ്ക്കുന്നവരുമുണ്ട്. അവരാണ് ഈ നവീന കവിതയ്ക്ക് ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ കവിതയ്ക്ക്, രാമേന്ദ്രൻ്റെ കവിതയുടെ രണ്ടാമത്തെ സവിശേഷതയായി ഞാൻ കാണുന്നത് അതിൻ്റെ വിഷയ വൈവിധ്യമാണ്. 141 വിഷയങ്ങളാണ് 141 കവിതകളിലൂടെയും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഇവിടെ 2 ദിവസത്തിന് മുമ്പ് ഞാൻ പറയുകയുണ്ടായി, കാരണം ഒരു വൈവിധ്യമില്ല, ഒരേ ആശയം തന്നെ പല രീതിയിൽ ആവിഷ്കരിച്ചു. അതിൽ നിന്ന് വിഭിന്നമായി വിവിധ പ്രമേയങ്ങൾ എടുത്ത് അതിൽ പറയും. മറ്റൊന്ന് മാനവികത. മാനവികതയെ ഉദ്ഘോഷിക്കുന്ന ഒരു കവിതകൾ ഇതിൽ ഏറെയുണ്ട്. അതിലുമെല്ലാം അതീതമായി ഇദ്ദേഹം ഒരു സ്നേഹ ഗായകനായി ഞാൻ കാണുന്നു. കാരണം സ്നേഹത്തെക്കുറിച്ച് എൻ്റെ 3 or 4 കവിതകളുണ്ട്. സ്നേഹഗീതം, സ്നേഹപൂർണിമ തുടങ്ങി നിരവധി ഗീതകൾ സ്നേഹത്തെക്കുറിച്ചുള്ളതാണ്. ആ കവിതകൾ വായിക്കുമ്പോൾ നമ്മൾ സ്നേഹമാണ് അഖിലസാരമൊഴിയിലെന്ന് ഉദ്ഘോഷിച്ച മഹാകവി കുമാരനാശാനെ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കും ജനത്തെയും എന്ന് വിചിത്ര വിജയത്തിലെഴുതിയ ആശാൻ്റെ വരികൾ. വഴിയിൽ പന്താവിലൊരു പ്രതിബന്ധമായി ദീർഘനാൾ പാറയായി കിടക്കുന്നതിനേക്കാളും മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുന്നൊരു മിന്നൽപ്പിണരാകണം എന്ന് ഉദ്ഘോഷിച്ച ആശാൻ്റെ വരികൾ ഈ കവിതകൾ വായിക്കുമ്പോൾ നമ്മൾ ഓർത്തുപോകും. അങ്ങനെയേറെ സവിശേഷതകളുള്ള ഒരു കവിത.
മലയാളത്തിൽ അപൂർവമായി വന്നുകൊണ്ടിരിക്കുന്ന കാരണം ഇന്നിപ്പം ഇറങ്ങുന്ന കവിതകളിൽ 90% ഗദ്യ കവിതകൾ അല്ലെങ്കിൽ നവീന കവിതകൾ ആ ശാഖയിൽ വരുന്നതാണ്. വളരെ റെയറായിട്ട് ആണ് ഈ വൃത്തവും അലങ്കാരവും ഒക്കെയുള്ള പാരമ്പര്യ കവിതകൾ, ഛന്ദസ്സുള്ള കവിതകൾ ഇവിടെ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഈ കവിതയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കാരണം ഇനിയുള്ളവരും ഈ കവിതയെക്കുറിച്ചാണ് സ്വാഭാവികവും എന്നേക്കാളും ആധികാരികമായി സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വിരസത ഒഴിവാക്കാനായി കവികൾ ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച്, സജീവമായ ഒരു പ്രശ്നത്തെക്കുറിച്ച് മാത്രം ഏതാനും വാക്കുകൾ പറയാമെന്ന് ഉദ്ദേശിക്കുകയാണ്. കവികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നിരൂപകന്മാരിൽ നിന്ന് ഇന്നത്തെ കവികൾക്ക്, ചെറുകഥാകൃത്തുകൾക്ക്, നോവലിസ്റ്റുകൾക്ക് അനുഭവങ്ങളില്ല എന്ന ഒരു ആരോപണമുണ്ട്. അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. പാരമ്പര്യ കവിതയും നവീന കവിതയും തമ്മിലുള്ള തർക്കത്തിലേക്കും ഞാൻ കിടക്കുന്നില്ല. കവികൾ, എഴുത്തുകാർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി ഞാൻ കാണുന്നത് നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്, AI കുറിച്ചാണ്. AI എന്ന് പറയുമ്പോൾ ഇന്നലെ വരെ നമ്മൾ കരുതിയിരുന്നത് ഗൂഗിളായിരുന്നു. മാതാ, പിതാ, ഗുരു, ദൈവം എന്നുള്ളത് നമ്മുടെ പുതിയ ജനറേഷൻ മാതാ, പിതാ, ഗൂഗിൾ എന്ന് മാറ്റിക്കഴിഞ്ഞു. കാരണം ഗൂഗിളിൽ കിട്ടാത്ത ഒന്നുമില്ല. ദൈവത്തിനോട് ചോദിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എല്ലാ വിവരവും ഗൂഗിളിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നത് മാറിയിരിക്കുന്നു. കാരണം 21ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി ഇന്ന് കാണുന്നത് നിർമ്മിത ബുദ്ധിയാണ്. അത് കവികൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള ഒരു നിർമ്മിത ബുദ്ധിയുടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, AI പ്രത്യാഘാതങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഇന്ന് ഇതുള്ളത്. അപ്പോൾ ഇവിടെ രാമചന്ദ്രൻ്റെ തന്നെ സമാഹാരത്തിൽ 104 കവിതാ സമാഹാരത്തിൽ ആദ്യത്തെ കവിത ഭാവന പൗർണമി എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ കവിത രചിക്കണമെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ മതി. ഗൂഗിളിൽ നോക്കിക്കഴിയുകയാണെങ്കിൽ ആ ഇതിൻ്റെ പ്രകൃതി വർണ്ണനയുടെ, അതുപോലെ ഭാവനയുടെ, ഇവിടെ അതിൻ്റെ അറിവിൻ്റെ ഒരു ഭണ്ഡാരം തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഗൂഗിളിൽ കിട്ടും. പക്ഷേ ആ അത്രയും അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കണമെങ്കിൽ ദിവസങ്ങൾ വേണ്ടി വരും. കാരണം ഒരു വിജ്ഞാനത്തിൻ്റെ ഫ്ലഡാണ്, ഒരു പ്രളയമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഗൂഗിളിൽ നോക്കിയിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ChatGPT ആവിഷ്കരിച്ചിരിക്കുന്നത്. ChatGPT ഈ കവിത എഴുതണമെന്ന് പറയുകയാണെങ്കിൽ ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം തരും. അതാണ് ChatGPTയും ഗൂഗിളുമായി ഉള്ള ഏറ്റവും വലിയ വ്യത്യാസമായി വന്നിരിക്കുന്നത്. മറ്റേ ആ വിജ്ഞാന ഫ്ലഡിൽ നിന്നുള്ളൊരു മോചനം നമുക്കിതിൽ നിന്ന് കിട്ടും. ഇത് കവിതയിൽ മാത്രമല്ല, കാരണം ഈ മറ്റെല്ലാ രംഗങ്ങളിലും, ഇപ്പം കായികമായ ജോലി ചെയ്യുന്നതിനായാലും, ഡോക്ടറുടെ ഇതിന് പരിശോധന നടത്തുന്നതിനായിരുന്നു, എല്ലാ കാര്യത്തിലും. കാരണം ഡോക്ടർമാർക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു രോഗം ചാർജി കണ്ടെത്തിയെന്ന് ഈയിടെ ഒരു സയൻസ് മാഗസിനിൽ റിപ്പോർട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ സ്പെക്സ് എന്നിപ്പോൾ ഒരു വിലയില്ല. ഗൂഗിൾ സ്പെക്സ് വെച്ച് നമ്മൾ നടന്നു പോകുമ്പം ഒരാൾ ലേസർ വരുന്ന ലാസറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഉടനെ തന്നെ ഈ സ്പെക്സ് എൻ്റെ അടുക്ക് മന്ത്രിക്കും ആ വരുന്ന ആൾ ലാസറാണ്. അത്രയേ ഉള്ളൂ. പക്ഷേ ചാർജി അത് മാത്രമല്ല, ലാസർ വിശ്വസിക്കാൻ കൊള്ളുന്നവനാണോ, മറ്റ് കുഴപ്പക്കാരനാണോ തുടങ്ങിയിട്ടുള്ള എല്ലാ കുറച്ചും കൂടി ആഴത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തരുന്നുണ്ട്. അപ്പം ചാർജി സ്പെക്സ് വന്നതോടുകൂടി ഗൂഗിൾ സ്പെക്സിന് ഒരു കാലഹരണപ്പെട്ടതെന്ന് തുല്യമായിട്ട്. അതിന് ഒരു ദിവസം നമ്മുടെ ഈ ലോകത്ത് 10 ലക്ഷം വിജ്ഞാന ശലകങ്ങളുണ്ടാകും. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു 30 ദിവസം 8 മണിക്കൂർ വെച്ച് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ചെല്ലും. അപ്പം അറിവിൻ്റെ കാര്യത്തിൽ ഒരു ഫ്ലഡാണ്. അതിൻ്റെ മുമ്പിൽ നമ്മളാരും ഒന്നുമല്ല. ഒട്ടും ഒരു നിരക്ഷരായി നമ്മൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ അറിവിൻ്റെ ഇതിൽ തന്നെ ഈ ശാസ്ത്രത്തെയും സാഹിത്യത്തെക്കുറിച്ചും ഉണ്ടായിരുന്ന നിർവചനം ഇന്ന് ഈ ചാർജി തിരുത്തി കുറിച്ചിരിക്കുന്നു. കാരണം ശാസ്ത്രത്തെക്കുറിച്ചുണ്ടായിരുന്ന നിർവചനം ഈ പ്രപഞ്ചത്തിൻ്റെ അതെങ്ങനെ ഉണ്ടായി, എന്തായി അതിൻ്റെ പരിണാമം എന്നൊക്കെ അന്വേഷിക്കുന്നതായിരുന്നു, അത് കണ്ടെത്തലായിരുന്നു. ഒരു സത്യാന്വേഷിയായിരുന്നു ശാസ്ത്രജ്ഞൻ. സത്യാന്വേഷണമായിരുന്നു ശാസ്ത്രത്തിൻ്റെ ദൗത്യം. എന്നാൽ ഇന്ന് സാഹിത്യത്തിൻ്റെ ലക്ഷ്യം, അവർ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവരാണ്, ഭാവന ലോകത്ത് ജീവിക്കുന്നവരാണ്, ഭാവനയുടെ ലോകത്തിലേക്ക്. അതുകൊണ്ടാണ് പ്ലേറ്റോ പറഞ്ഞത് കവികളൊക്കെ ഒരല്പം ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞു. പക്ഷേ അരിസ്റ്റോട്ടൽ അത് തിരുത്തി കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം കവികൾ ഭാവനാസമ്പന്നരാണ്, സ്വപ്നജീവികളാണ് എന്ന ഇന്നലകളുടെ നിർവചനം, ശാസ്ത്രജ്ഞന്മാർ സത്യമന്വേഷിക്കുന്ന സത്യാന്വേഷികളാണെന്നുള്ള നിർവചനം, കോൾറിഡ്ജിൻ്റെ
ഗ്രന്ഥം ഇന്നത് തിരുത്തി സാപ്പിയൻസ് എന്ന ഗ്രന്ഥം ഇന്ന് തിരുത്തി കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ കവികളല്ല, ശാസ്ത്രജ്ഞന്മാരാണ് ആദ്യം ഭാവനയിലൂടെ വരും ലോകത്തെ കണ്ടു. അതിന് അദ്ദേഹം ഒരു പുസ്തകത്തിൻ്റെ പേരും പറയുന്നു, റോബോട്ട് എന്ന പുസ്തകം. റോബോട്ടൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് റോബോട്ട് എന്ന ഒരു നാടകം അദ്ദേഹം രചിക്കുകയുണ്ടായി, ഒരു ഗ്രന്ഥകർത്താവ്. അതിനകത്ത് ഈ റോബോട്ട് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് കണക്ക് പറഞ്ഞു. അപ്പം നാളെയുടെ ഒരു പ്രതിഭാസത്തെ ഭാവനയിൽ കാണാൻ കവികൾക്ക് കഴിയുന്നതിന് മുമ്പേ ശാസ്ത്രജ്ഞന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷൂൾവേൻ്റെ ഫ്രം ദി എർത്ത് ടു മൂൺ എന്ന പ്രശസ്തമായ കൃതി, അത് ഇറങ്ങിയപ്പോഴത്തേക്കോ ചന്ദ്രനിൽ പോകാനോ അവിടെ എന്താ മനുഷ്യരുണ്ടോ ഇതുണ്ടോ വളരെ ആക്ഷേപങ്ങളുണ്ടായി. പക്ഷേ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അത് യാഥാർത്ഥ്യമായി. അത് കണക്ക് തന്നെ സാറ്റലൈറ്റിനെ കുറിച്ചുള്ള പുസ്തകത്തിലും അന്നും ഇത് കണക്ക് ആക്ഷേപമുണ്ടായി. പക്ഷേ ഒരു ദശാബ്ദം കഴിഞ്ഞപ്പോൾ സ്പുട്നിക് ഇറക്കി, അതും യാഥാർത്ഥ്യമാകേണ്ടി വന്നു. അപ്പം ഭാവനാസമ്പന്നൻ ആര് എന്ന വിവാദത്തിൽ അത് കവിയാണോ അതോ ശാസ്ത്രജ്ഞനാണോ എന്നുള്ളതിൽ ഇന്നലകളിലുണ്ടായിരുന്ന ആ നിർവചനങ്ങൾ ഇന്ന് തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ച് ആശങ്കകളുമുണ്ട്. ഈ നിർമ്മിത ബുദ്ധി മനുഷ്യന് നല്ലതോ ചീത്തയോ എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ സ്റ്റീഫൻ ഹോക്കിൻസും അതുപോലെ തന്നെ മറ്റ് ഏറ്റവും പ്രശസ്തനായ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ ഈ കഴിഞ്ഞ മാസം നമ്മുടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരാതെ ചൈനയിലേക്ക് പോയ എലോൺ മാക്സേ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാർ ഈ നിർമ്മിത ബുദ്ധിയെ പേടിക്കണം, ഇത് മനുഷ്യൻ്റെ നാശമായിരിക്കും എന്ന് ഭീതി പരത്തിയിരിക്കുക. ഇവർ ഈ ഭീതി പരത്തുന്നത് ഇന്നലകളിലാണ്. പക്ഷേ അതിനു മുമ്പ് 3 ദശാബ്ദങ്ങൾക്ക് മുമ്പ് മലയാളത്തിൻ്റെ സാഹിത്യകാരന്മാർ ഈ ആശങ്ക നേരത്തെ പുലർത്തി. ഇന്ന് കവികളും നേരിടുന്ന പ്രശ്നം ഇതാണിത്. കവിത എഴുതാൻ എളുപ്പമാണ്. കാരണം ഇന്നിപ്പോൾ ഒരു കവിത എഴുതണമെന്ന്, ലാലിനൊരു കവിത എഴുതണമെന്ന് തോന്നുന്നെങ്കിൽ മെനക്കെട്ടിരുന്ന് ചിന്തിക്കുകയും എഴുതുകയും തിരുത്തിയും പ്രൂഫും ഒക്കെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചാറ്റിയോട് പറഞ്ഞാൽ മതി. അതിലോട്ട് ഏത് വൃത്തത്തിൽ വേണം, സംസ്കൃത വൃത്തത്തിൽ വേണോ ദ്രാവിഡ വൃത്തത്തിൽ വേണോ അത് പറയുകയാണെങ്കിൽ ആ വൃത്തത്തിൽ. അത് കണക്കിന് വള്ളത്തോളിൻ്റെയോ ആശാൻ്റെയോ ഉള്ളൂരിൻ്റെയോ വൈലോപ്പള്ളിയുടെ ആരുടെ ഭാഷാ ശൈലി വേണം അത് പറയുകയാണെങ്കിൽ ആ രീതിയിൽ കവി വരും. അങ്ങനെ വരുന്ന ഒരു ലോകത്ത് കവികൾക്കും നോവലിസ്റ്റുകൾക്കും ഒന്നും യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരു നിലയിലേക്ക് വരും. അതാണ് ഇന്ന് കവികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിലും വലിയ പ്രശ്നം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ചാറ്റിയുടെ അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനമുണ്ട്. അത് മനുഷ്യനെ എങ്ങോട്ട് നയിക്കും? മനുഷ്യൻ്റെ നന്മയിലേക്ക് നയിക്കുമോ? മനുഷ്യൻ്റെ നാശത്തിലേക്ക് നയിക്കുമോ? അതിലേക്കും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നു അത് നാശത്തിലേക്ക് നയിക്കുമെന്ന് എലോൺ മാക്സിയും അതുപോലെ സ്റ്റീഫൻ ഹോക്കിൻസും ഒക്കെ പറഞ്ഞിരിക്കും. ഇവർ പറയുന്നതിന് മുമ്പ് നമ്മുടെ സാഹിത്യകാരന്മാർ OV വിജയന്, KP അപ്പന് 3 ദശാബ്ദക്കാലത്തിന് മുമ്പ് ഇത് വിഭാവന ചെയ്യുകയും AP അപ്പൻ വളരെ വ്യക്തമായി അത് മനുഷ്യൻ്റെ നാശത്തിലേക്ക് പോകുന്ന രീതിയുണ്ട്. ഇവർ രണ്ടും മാത്രമല്ല, ഞാൻ മനസ്സിൽ നിന്ന് മാറാതിരിക്കുന്ന ഒരു കഥയുള്ളത് TV കൊച്ചുബാവയുടെയാണ്. 3 ദശാബ്ദത്തിന് മുമ്പ് എഴുതിയ കഥയാണ്. കൊക്കിരണി എന്നാണ് ആ കഥയുടെ പേര്. ആ കഥയിൽ കൊച്ചുബാവ വിഭാവന ചെയ്തിരിക്കുന്ന ഏതാണ്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞുള്ള ഒരു ലോകത്തെയാണ് അദ്ദേഹം വിഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലോകത്ത് ദമ്പതികൾക്ക് കൊച്ചുങ്ങളുണ്ടാകാൻ താല്പര്യമില്ല, കൊച്ചുങ്ങളുണ്ട എന്നുള്ള ഒരാഗ്രഹം അത് ഇപ്പോഴത്തെ ദമ്പതികൾക്കും ഉള്ളതാണ്. കല്യാണമേ കഴിക്കേണ്ട, പിന്നെ അല്ലെങ്കിൽ ലീവിങ് ടുഗദർ ആകാം, അതും അല്ലെങ്കിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ ഡൈവോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ കൊച്ചുങ്ങളുണ്ടാകണ്ട എന്ന ഒരു ഇതിലേക്ക് ഇന്ന് മാറുകയാണ്. കൊച്ചുബാവ കണ്ട ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദമ്പതികൾക്ക് ഒരു കുട്ടിയെ വേണം, അവരൊരു കുട്ടിയെ വാങ്ങിക്കാൻ ചെല്ലുന്നു. അപ്പം നമ്മൾ ഈ ബേക്കറിയിൽ നിന്ന് കേക്കും ഇതുമൊക്കെ വാങ്ങിക്കുന്നത് പോലെ, അല്ലെങ്കിൽ TVയും ഫ്രിഡ്ജും ഒക്കെ വാങ്ങിക്കുന്നത് പോലെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സെൻ്റർ ഉണ്ട്. അവിടെ ചെല്ലുകയാണെങ്കിൽ ശ്രീകുമാർ DTP എടുക്കാൻ പുസ്തകം കൊടുത്താൽ DTP എടുക്കുന്നത് പോലെ ആ കമ്പ്യൂട്ടർ സെൻ്റർ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കും. പക്ഷേ ബീജസങ്കലനം ഇല്ലാതാണ് കുട്ടികളെ സൃഷ്ടിച്ചു കൊടുക്കുക. നമ്മൾ പറയുകയാണ് നമുക്ക് ഐൻസ്റ്റൈൻ്റെ ബുദ്ധിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഷീലയുടെയോ ശേഭാരതിയുടെയോ അവരുടെയൊക്കെ സൗന്ദര്യമുള്ളതായിരിക്കണം, ഇന്ന എന്തൊക്കെ വേണമെന്നുള്ള അവരുടെ പ്രോസ്പെക്ട്സിലുണ്ട്. ആ പ്രോസ്പെക്ട്സിൽ പറയുന്ന ആവശ്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ചൊരു കുട്ടിയെ അവരുണ്ടാക്കട്ടെ. അങ്ങനെ ഒരു കുട്ടിയെ ഈ ദമ്പതികൾ അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങിക്കുന്നു. പക്ഷേ ഈ കുട്ടി ജീവിക്കുന്നത് AC യിലാണ്, ഫ്രിഡ്ജ് പോലെയുള്ള പെട്ടിയിലേ ജീവിക്കുകയുള്ളൂ.
ഇപ്പോഴത്തെ കണക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെല്ലാം ചത്തുപോകും. കാരണം 1 മണിക്കൂർ കറണ്ട് ഇല്ലാതെ വന്നാൽ ഈ കുട്ടി വായുവിൽ ലയിച്ചു പോകും. അതുകൊണ്ട് ഈ കുട്ടിയെ അമിതമായി സ്നേഹിക്കരുതെന്നാണ് ഇതിൻ്റെ പ്രൊഡ്യൂസ് കമ്പനി തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു ലോകമായി മാറുന്നു. പക്ഷേ ആ കഥയുടെ അവസാനം പറയുന്നത് ഏതാനും വൃദ്ധന്മാർ, കാരണം വൃദ്ധന്മാരേ ഉള്ളൂ, അവരെ നോക്കാൻ മക്കളില്ല, ഒന്നുമില്ല. അവർ വൃദ്ധജനങ്ങൾ, അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും സംഘടിച്ചുകൊണ്ട് നിരത്തിലേക്ക് ഇറങ്ങുന്നു. ആ നിരത്ത് നിറയെ പുക കൊണ്ട് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഓക്സിജൻ മാക്സിമം വെച്ചാണ് അവരിറങ്ങുന്നത്. അവരനന്തതയിലേക്ക് നടന്നു നീങ്ങുകയാണ്. അവരെ സ്നേഹിക്കപ്പെടുന്ന ആളുകൾ എവിടെയോ ഉണ്ട്, അവരെ തേടണേ. അപ്പം ജീവിതത്തിന് ശാസ്ത്രത്തിൻ്റെ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളുണ്ടായാലും അതിനെല്ലാം അതീതമായി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്ന ഒരു ലോകത്ത് മാത്രമേ മനുഷ്യന് ജീവിക്കാൻ കഴിയുള്ളൂ എന്നാണ് കൊച്ചുബാവയുടെ ഈ കഥയിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതാണ്ട് ഈ നിർമ്മിത ബുദ്ധി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അതിൻ്റെ ആധിപത്യം സ്ഥാപിച്ചത്. അതുകൊണ്ട് ഏറെ ഗുണങ്ങൾ നമുക്കുണ്ട്. കായികമായ ജോലി ചെയ്യിക്കുന്നതിനും മറ്റേതിനും എല്ലാം ഏറെ ജോലിയുണ്ട്. പക്ഷേ അത് മനുഷ്യൻ്റെ നന്മയിലേക്കോ തിന്മയിലേക്കോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്ക. നാളെ ഇവിടെ കവികൾക്കും നോവലിസ്റ്റുകൾക്കും എന്ത് പ്രസക്തി എന്ന ചോദ്യം അസിമോവ് എന്ന സയൻസ് ഫിക്ഷൻ റൈറ്റർ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. കാരണം ഇതൊക്കെ യാഥാർത്ഥ്യമാകുന്നതിന് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നെത്തിയാണ് ഈ റോബോട്ടുകളുടെ ലോകത്തെക്കുറിച്ച്. അതിൽ റോബോട്ടുകൾക്കൊരു 3 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ യജമാനൻ പറയുന്നതേ ചെയ്യാവുള്ളൂ. 1, 2 മനുഷ്യന് ദ്രോഹകരമായി യാതൊന്നും ചെയ്യരുത്. 3ാമത് മനുഷ്യൻ എപ്പോഴും അപകടത്തിലാകുന്നോ അപ്പോൾ ഈ റോബോട്ട് വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അസിമോവിൻ്റെ വളരെ രസകരമായ ഒരു കഥയും ഇത് സംബന്ധിച്ചുകൊണ്ട് ഒരു കുട്ടി റോബോട്ടിനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് അത് ഞാൻ പിന്നെ എൻ്റെ ഒരവസരത്തിൽ പറയാം. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അസിമോവിൻ്റെ ഈ തത്വങ്ങളൊന്നും പ്രയോഗത്തിൽ വരുത്താൻ ഇന്നത്തെ ശാസ്ത്രജ്ഞന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കവികളും സാഹിത്യകാരന്മാരും ചിന്തിക്കുക, ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് കവികളുടെ പ്രസക്തി എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ രാമേന്ദ്രന് അദ്ദേഹത്തിന് നൈസർഗികമായൊരു വാസനയുണ്ട്. പാരമ്പര്യ കവിതകൾ എഴുതാൻ വളരെ അപൂർവം ആളുകളേ ഉള്ളൂ. പാരമ്പര്യ കവികൾ ഇന്ന് ഏതാണ്ട് വംശനാശം സംഭവിച്ചിരിക്കുന്നവരെ പോലെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും കൂടുതൽ കവിതകൾ അദ്ദേഹം ഒരു ഗദ്യകൃതി രചിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഗദ്യകൃതിയൊക്കെ രചിക്കാൻ ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഈ പാരമ്പര്യ കവിതകൾ, ഛന്ദസ്സുള്ള താളവും ലയവുമുള്ള കവിതകൾ ഇനിയും കൂടുതൽ രചിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. അടുത്തായി പുസ്തക പ്രകാശനമാണ്. പുസ്തക പ്രകാശനം നടത്തുന്നത് ശ്രീമതി ഗിരിജ സേനാൻ മാഡമാണ്. പുസ്തകം സ്വീകരിക്കുന്നത് ശ്രീമതി നിർമ്മല രാജഗോപാലൻ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. ഇവിടെ വരാൻ സാധിച്ചതും ഈ പുസ്തകം പ്രകാശനം നടത്താനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചതും വളരെയധികം സന്തോഷം തരുന്ന ഒരു കൃത്യമാണ്. ഇതിനകത്ത് അദ്ദേഹം ബാലേന്ദ്ര സാറ് ഇതിനകത്ത് മുഖമൊഴിയിൽ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി വളരെ ശ്ലാഘനീയമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ രാജി അത്രയും പാരായണക്ഷമതയുള്ള ഒരു കവിതാ പുസ്തകമാണ് ഇതിലുള്ളത്. 104 കവിതകളാണ് ഇതിനകത്തുള്ളതെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഓരോ കവിതയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത ഞാനൊന്ന് ഓടിച്ചു വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു കഥ എഴുതുമ്പോഴും കവിത എഴുതുമ്പോഴും അതിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് അധികം എഴുത്തുകാർ. ഇത് നാടകമായാലും കഥയായാലും കവിതയായാലും ഒക്കെ അതിലൂടെ തൊട്ട് തലോടിയാണ് സാഹിത്യകാരികളും ഒക്കെ സഞ്ചരിക്കുന്നത്. അതാണ് എഴുത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ചതാണ് ഞാൻ. വാൽമീകി രാമായണവും മഹാഭാരതവും ഒക്കെ എഴുതപ്പെട്ടത് നമ്മുടെ മുന്നിൽ ഇനി വരാനുള്ള സമൂഹം
ഇനി വരാനുള്ള ആവേശഭരിതരായ ആൾക്കാർ, അവർക്ക് നന്മ നിറഞ്ഞ ജീവിതം കണ്ടുപഠിക്കണം. സത്യസന്ധത വേണം ഓരോ ജീവിതത്തിനും. ഒരു അച്ചടക്ക മനോഭാവം ഓരോ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ഭാവനയോട് കൂടിയാണ് അന്നത്തെ എഴുത്തുകാരൊക്കെ എഴുതിയിട്ടുള്ളത്. കുമാരനാശായാലും ശരി, വള്ളത്തോളായാലും ജി ശങ്കരക്കുറുപ്പായാലും അയ്യപ്പപ്പണിക്കരായാലും എല്ലാവരും. പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്, നേരത്തെ പറഞ്ഞല്ലോ, തേച്ചില്ലേ പെണ്ണേ തേച്ചില്ലേ പെണ്ണേ, ഇങ്ങനെയൊക്കെയുള്ള കവിതകളും എഴുത്തുകളും ഒക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. പുതിയ വാക്കുകളാണ് കണ്ടുപിടിക്കുന്നത്. ഈ തേച്ചില്ലേ എന്ന് ഒക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ പറയുന്നു ചുവരിൽ ഞാൻ തേയ്ക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കഥകളിൽ, ചില നോവലുകളിലുമൊക്കെ പ്രതിപാദിച്ച് കണ്ടുവരുന്നത്. ഞാനും മനോരമയായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധം, മനോരമ മാത്രമല്ല വേറെ ഇത്, അവർക്കൊരു നോവൽ ആവശ്യമായി വരുമ്പോൾ എന്നെ വിളിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ഇന്നതായിരിക്കണം സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും വരേണ്ടി വന്നു. പണ്ട് കാലങ്ങളിലല്ല. എന്ന് പറയുമ്പോൾ ഞാനൊരു 16 വയസ്സിലാണ് എഴുതാൻ തുടങ്ങിയത്. എൻ്റെ മാതൃഭൂമിയിൽ എൻ്റെ ആദ്യ കഥ വരുന്നത് 16 വയസ്സിലാണ്, വീട്. ആ സ്റ്റാൻഡേർഡ് അങ്ങനെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് എൻ്റെ നോവൽ ചോദിക്കാനായിട്ട് ഇദ്ദേഹം ബാലേന്ദ്രൻ സാറും അടൂർ ബാസിയുടെ ബ്രദർ പത്മനാഭൻ ചേട്ടനുമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നത്. പക്ഷെ ബാലേന്ദ്രൻ ചേട്ടന് നല്ല ഓർമ്മയുണ്ട് എൻ്റെ വീട്ടിൽ വന്നതും എന്നോട് നോവൽ ചോദിക്കുന്നത്, ഇരുന്നതും, ഭക്ഷണം. പക്ഷെ എനിക്ക് ചേട്ടനെ ഓർമ്മയില്ലാണ്. ഞാനിങ്ങനെ വളരെ ബഹുമാനപരസ്പരം അങ്ങോട്ട് ഒതുങ്ങി നിന്ന് സംസാരിക്കുന്ന ഒരു വിഷയം. ചേട്ടൻ പിന്നെ എപ്പോഴോ എന്നെ കണ്ടപ്പം ബാലേന്ദ്രൻ ചേട്ടൻ പറഞ്ഞു, ഗിരിജ, ഞാൻ ഗിരിജയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇല്ല, നോവൽ ചോദിക്കാൻ മനോരമക്കാർ എന്നെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ അങ്ങനെ വന്നതാണ്. അന്നൊക്കെ ഞാൻ എഴുതി കൊടുക്കുന്നത് ഒരു കറക്ഷനുമില്ലാതെ അവരിടാറുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് കഥ തന്ന് എന്നെ സഹായിച്ച് സർക്കുലേഷൻ കൂടുതലുണ്ടായ ആ ഗിരിജാ സേതുനാഥനെ ഞാൻ ഓർക്കുന്നു എന്ന് പത്മനാഭൻ ചേട്ടൻ്റെ ജീവചരിത്രത്തിൽ എൻ്റെ പേര് ചേർത്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർ നോവൽ ചോദിക്കുമ്പോൾ ഞാൻ എഴുതുന്ന പല ഭാഗങ്ങളും അവർ വെട്ടിത്തിരുത്തുകയാണ്. ഞാൻ എഴുതാത്ത ആവശ്യമില്ലാത്ത കുറേ, ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ തെറി വാക്കുകൾ അതിനകത്ത് ഉപയോഗിച്ച് അവർ ആഡ് ചെയ്ത് അധ്യായങ്ങളിൽ വന്നുകൊണ്ടിരുന്നു. ഞാൻ ഒരൊറ്റ അക്ഷരം പോലും അങ്ങനെ എഴുതാറില്ലേ. പട്ടി എന്നുള്ളൊരു വാക്ക് പോലും ഞാൻ എൻ്റെ കഥകളിലോ നോവലുകളിലോ ചേർക്കാറില്ല. ആവശ്യം വന്നാൽ പോലും ഞാൻ എഴുതാറില്ല. അതെൻ്റെ ഒരു മാനസിക അവസ്ഥയാണ്. അപ്പം ഞാൻ എഡിറ്ററോട് പറഞ്ഞു, ഞാൻ എഴുതാത്ത വാക്കുകളൊക്കെ ഇതിനകത്ത് കാണുന്നു, അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഞാൻ പവിത്രമായ ഭാഷകൾ, അതിനാവശ്യം വേണ്ട വാക്കുകളും ചന്തകളിൽ സംസാരിക്കുന്ന ഭാഷ വേണ്ടി വന്നാൽ പോലും ഞാൻ അവിടെ മറച്ച് സംസാരിക്കുള്ളൂ. ഒരു മറ ഉണ്ടായിരുന്നു എൻ്റെ എഴുത്തുകൾക്ക് എപ്പോഴും. അതുപോലെ പലർക്കും ഉണ്ടാവാം. പക്ഷെ അവരുടനെ എന്നോട് എഡിറ്റർ പറഞ്ഞത് എന്താണെന്നറിയോ? ഇതങ്ങ് നിർത്തിത്തരും കേട്ടോ. ഞാൻ ഈ നോവല് 50 അധ്യായമാണ് സാധാരണ. ഒരു അധ്യായത്തിന് 7000 ഉറുപ്പിക വെച്ചിട്ടാണ് അവർ തന്നുകൊണ്ടിരുന്നത് അന്നൊക്കെ. അപ്പോൾ പറഞ്ഞു, ഇതെനിക്ക് നിർത്താനറിയാം എന്ന് പറഞ്ഞു ആ വന്ന എഡിറ്റർ. ഞാൻ ധൈര്യപൂർവ്വം നിർത്തിക്കോളാൻ പറഞ്ഞു. നിർത്തിക്കോ, എനിക്കിങ്ങനെ എഴുതാൻ താല്പര്യമില്ല, അത് നിർത്തിക്കോളും. അവർ ഒരു 15 അധ്യായപ്പോൾ 50 ചോദിച്ചതിന് 15 അധ്യായപ്പോൾ അവർ നിർത്തി. അപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നു എങ്കിൽ എൻ്റെ സ്ഥാനത്ത് 7000 ഉറുപ്പിയാണ് മന്ത്ലി ഒരു അധ്യായത്തിന് കിട്ടുന്ന. ഒരു മാസം 28,000 ഉറുപ്പിയാണ് നോവലിന് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു 5 വർഷത്തിന് മുമ്പ് വരെ. മറ്റുള്ള എഴുത്തുകാരെയൊക്കെ ഞാൻ എടുത്തു വെച്ച് വായിച്ചപ്പോൾ അവർ ഈ വേണ്ടാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് മനസ്സിൽ തോന്നുന്നതും അത് നമുക്ക് സമൂഹത്തിന് എതിരായിട്ട് ചരസ് കഴിക്കുന്നതും അതും ഇതും ആ കുട്ടികൾ തമ്മിലുള്ള പ്രണയം അതും ഇതൊക്കെ അങ്ങനെ എഴുതി പോകുന്നവരാണ്. അപ്പോൾ എനിക്കതുമായിട്ട് ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനിനി എഴുതുന്നില്ല.
ഞാൻ എഴുതി തരുന്നതിൽ കറക്ഷൻ അതില്ലാതെ നിങ്ങൾ ഇടുവാണെങ്കിൽ ഞാൻ ഇടാം. ഇനി അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ വെച്ച് നിർത്താം എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരിയാണ് ഞാൻ. ആവശ്യക്കാർ ചോദിക്കുമ്പം കൊടുക്കുക മാത്രമല്ല, അങ്ങോട്ട് പോയിട്ടൊന്നും ചോദിക്കാണ്ട് ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു. അപ്പം ആ നിലവാരത്തിൽ മാറിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ കവിത വായിച്ചപ്പോൾ വളരെ വ്യക്തമായി നമ്മുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടിയും വരും തലമുറയ്ക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള എല്ലാം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിനകത്തൊന്നും ഒളിച്ച് പിടിക്കലുകളോ ഒന്നുമില്ല, സുതാര്യമായ രീതിയിലുള്ള എഴുത്തുകളാണ്. അപ്പോൾ എനിക്കറിയാം സൂക്ഷ്മതയോടെ അദ്ദേഹം രചിച്ചിരിക്കുന്ന പിന്നെ പ്രേമിക്കുന്ന പൗർണമി, അത് ഇവിടെ ഞാൻ പാരിനെ പ്രേമിക്കുന്ന പൗർണമി. പൗർണമി രാവുകൾ പലവരു വന്നു, സ്വർണ്ണരഥത്തിൽ സ്വപ്നങ്ങളുമായി വന്നു, മണ്ണിന് കുളിരേകാൻ ചന്ദനരശ്മികൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി വന്നു. അതങ്ങനെ അങ്ങ് പോവുകയാണ്. ഇന്നലെ രാവിലെ ചെമ്പകശാഖികളിൽ ഇങ്ങനെ തമ്പാൻ സാറ് പറഞ്ഞതുപോലെ അർത്ഥനിമിഡമായ വാക്കുകൾ ഉപയോഗിച്ച് ഛന്ദസ്സുറ്റ ഭാഷയിൽ എഴുതുന്നവർ വളരെ ചുരുക്കമായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ ഒരു സമയത്താണ് അദ്ദേഹം സൂക്ഷ്മതയോടുകൂടി ഈ കവിതയിൽ ഇതിവൃത്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ അദ്ദേഹം കവിത രചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊക്കെ എന്നോ ഓടിയ, ആർക്കോ ആവശ്യമില്ലാത്ത കൊടുത്ത സ്നേഹം അത് അത്രയും വേണ്ടിയിരുന്നില്ല, അതിനർഹയല്ല, നിങ്ങൾ എന്നിൽ നിന്ന് സ്നേഹം വാങ്ങിക്കാൻ നിങ്ങൾ അർഹയല്ലായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അതെങ്ങനെ എനിക്ക് മടക്കിത്തരും, എന്നാലേ ഞാൻ ഒരു മനസ്സിൻ്റെ ഉള്ളറകളിൽ ഞാൻ സമ്പന്നനാവൂ എന്ന അർത്ഥം വരത്തക്ക രീതിയിലുള്ളൊരു കവിത വീണ്ടുമുണ്ട്, വർണ്ണസ്മരണകളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം മനസ്സിൽ വേരുറച്ച നിരാശകളെയും സ്നേഹത്തിനെയും ആത്മാർപ്പണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേനത്തുമ്പിൽ നല്ല കവിതകൾ രചിച്ച് ചൂളം വിളിയോടുകൂടി അതിൻ്റെ സ്പാർക്കോടുകൂടി നമ്മുടെ മുന്നിലേക്ക് കൂർത്തമുനകൾ വിന്യസിച്ചിരിക്കുകയാണ് ഈ കവിതകളിലൂടെ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കവിത ഒരു പഠനത്തിന് വിധേയമായെങ്കിൽ നന്നായിരുന്നു എന്നുണ്ട്. അത് എല്ലാ ആശംസകളും ഞാൻ അദ്ദേഹത്തിന് നൽകുന്നു. ഇനി എഴുതാനുള്ള മനസ്സും ആരോഗ്യം അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകം എല്ലാവർക്കും നമസ്കാരം. നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് എന്ന ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. സാറിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ അത്യാവശ്യം നമ്മുടെ മുമ്പോട്ടുള്ള ഒരു ജേണിയെക്കുറിച്ചൊരു ചെറിയൊരു അവബോധം പറഞ്ഞു. എന്നാലും വളരെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ജൂൺ 5 എൻവയോൺമെൻറ്റ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ മാത്രം ആചരിച്ചതുകൊണ്ട് നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനാവില്ല, മറിച്ച് നമ്മൾ അതൊരു ക്യാമ്പയിൻ പ്രോഗ്രാമായി നടത്തണം എന്നാണ്. അപ്പോൾ അതിന് നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നേച്ചർ ക്ലബ്സ് ആവട്ടെ, ഇത്തരം ഓർഗനൈസേഷൻസ് ആവട്ടെ, നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളോ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ചെറിയ പ്രോജക്ട്സോ ഒന്നും മതിയാവില്ല
എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ ഒരു അവസ്ഥ വന്ന് നിൽക്കുന്നത്. പ്രകൃതിയെക്കുറിച്ചുള്ള അവബോധം, നമ്മൾക്ക് പ്രകൃതിയോട് നമ്മളുടെ ഒരു പെരുമാറ്റ രീതി എല്ലാം തന്നെ നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതൊരു ക്യാമ്പയിൻ ഫോമിൽ തന്നെ ആകണം. അപ്പോൾ അതിനായി നേച്ചർ ക്ലബ് വേൾഡ് വൈഡ് എന്ന ഓർഗനൈസേഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് വെസ്റ്റേൺ ഗാർഡ്സ്, അതിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും എല്ലാം അദ്ദേഹം പറഞ്ഞു, ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. വെസ്റ്റേൺ ഗാർഡ്സ്, ബി വിത്ത് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന സ്ലോഗനോടുകൂടി 1 month ഉള്ള ക്യാമ്പയിൻ പ്രോഗ്രാമാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇന്നൊരു വ്യക്തി എന്നില്ല, അതിന് ഒരു സ്ഥാപനം ഉണ്ടാവണമെന്നോ അങ്ങനെയല്ല, എല്ലാവരും അതിൻ്റെ പങ്കാളികളാകണം എന്നുള്ളതാണ്. സ്കൂളുകളോ കോളേജുകളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ എന്നല്ല, നമ്മൾക്കറിയുന്ന എല്ലാ വ്യക്തികളും ഇതിൽ ഭാഗമാകണം. അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. ഇനിയും ഇത് പറയുന്നത് എനിക്ക് ബാധകമല്ല എന്ന് വിചാരിച്ച് ഇവിടെ ഒരാളും വേണ്ട എന്നുള്ളതും കൂടിയാണ്. കാരണം നമ്മളെല്ലാവരും താമസിക്കുന്ന ഓരോ റെസിഡൻസ് അസോസിയേഷനിലും ആളുകളുടെ അല്ലെങ്കിൽ വീടുകളുടെ എണ്ണം അനുസരിച്ച് നമ്മൾക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്പർ ഓഫ് നേച്ചർ ക്ലബ്സ് രൂപീകരിക്കാവുന്നതാണ്. ക്ലബിൻ്റെ രൂപീകരണമാണ് മാക്സിമം. ആദ്യം നമ്മൾക്ക് വേണ്ടത് ക്ലബ്സ് രൂപീകരിക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ്. അപ്പോൾ അതിന് ഞാൻ പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ വെച്ചാൽ ഇന്ന ഒരു നേച്ചറുമായിട്ട് അല്ലെങ്കിൽ അതിൽ ആധികാരികമായിട്ട് അറിവുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബ്യൂറോക്രാറ്റ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതുമായിട്ട് പ്രവർത്തിക്കുന്നവരോ എന്നല്ല, സാധാരണ ജനങ്ങൾ ഇതിൻ്റെ ഭാഗമാകണം എന്നുള്ള. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ അവരവരായിട്ട് സംവദിക്കുന്ന പലയിടങ്ങൾ, താമസ സ്ഥലമാവട്ടെ, ജോലിയുള്ള സ്ഥലമാകട്ടെ, അവർക്ക് മറ്റ് ബന്ധങ്ങൾ ഉള്ളിടത്താകട്ടെ, മാക്സിമം പറ്റുന്ന രീതിയിൽ ക്ലബ്സ് രൂപീകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ്. രൂപീകരിക്കുന്നതിന് പ്രത്യേക ഒരു നിബന്ധനകളൊന്നുമില്ല. ആൾക്ക് ഇത്ര ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് അറിവ് വരുന്ന ഒരു പ്രായം മുതൽ എത്ര നാൾ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ അത്രയും നാൾ വരെ നമുക്ക് പോസിബിളാണ്. നമ്പർ എന്ന് പറയുന്നതും നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ അതാണ്. അപ്പോൾ അതിൽ ഒരു ക്യാപ്റ്റൻ നമ്മൾ സ്വയം രൂപീകരിക്കാം. ആ ഒരു ക്ലബിൽ ഒരു ക്യാപ്റ്റൻ, ഒരു വൈസ് ക്യാപ്റ്റൻ, അതിൻ്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും ഒപ്പം ഒരു ഫിനാൻസ് മാനേജറും. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ റവന്യൂ ആവശ്യമാണ്. നമുക്കും അത് ബോധ്യമുണ്ട്. അതുകൊണ്ട് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സ്റ്റേഷനറി, ഒരു ടീഷർട്ട് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബി വിത്ത് വെസ്റ്റേൺ ഗാർഡ്സ്, അത് നമ്മുടെ സ്ലോഗനുമായിട്ട് തന്നെ ഉള്ളൊരു ടീഷർട്ടാണ്. അതിൻ്റെ കോസ്റ്റ് പബ്ലിക്കിന് നമ്മൾ 499 നമ്മൾ പറയുന്നത്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് ഒരു 100 rupees മാർജിനിൽ അത് ചെയ്യാം. കാര്യം ഇത് നിങ്ങൾക്ക് പ്രവർത്തനത്തിന് ആവശ്യമായ റവന്യൂവിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് 399 നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് 499 അത് മാക്സിമം. അതിന് നിങ്ങൾക്ക് കോർപ്പറേറ്റ്സ് പലരും അന്ന് നമ്മുടെ പ്രോഗ്രാമിൽ സംബന്ധിച്ച പലരും നമുക്ക് കോർപ്പറേറ്റ്സിൽ പോസിബിളാണ്, ഞങ്ങളുടെ ഓഫീസിൽ പോസിബിളാണ് എന്നൊക്കെ നമ്മൾക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അതനുസരിച്ച് അവരവർക്ക് സാധ്യമാകുന്ന എല്ലാ ഇടങ്ങളിലും ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഇതിനെയും കൂടുതൽ ഇതിൽ നമ്മൾക്ക് ഇതിന് വെസ്റ്റേൺ ഗാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിറ്ററേച്ചർ, അതിൻ്റെ ബുക്സ്, അത്തരമുള്ള സാഹചര്യം എന്തെല്ലാം സഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനെല്ലാം നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാം. എല്ലാവർക്കും എൻ്റെ ഇതിനകത്ത് നമ്പർ ഞാൻ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ തരാം. മാത്രമല്ല അല്ലെങ്കിൽ BSSുമായിട്ട് ബന്ധപ്പെട്ട മതിയാവും. കാരണം സാറ് തന്നെയാണ് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ചെയർമാൻ. അത് കാരണം അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് മുന്നോട്ട് ഇന്നത്തെ പ്രോഗ്രാമുമായിട്ട് ഇതിനെ യോജിപ്പിക്കാൻ കാര്യം തീർച്ചയായിട്ടും കവികൾ എന്ന് പറയുന്നത് പ്രകൃതിയെ വളരെ അടുത്ത് നിൽക്കുന്നവരും ഒരുപാട് പ്രകൃതിയെ സ്നേഹിക്കുന്നവരും ആയതുകൊണ്ടാണ് അവർ അത്രയും അതിനെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണും എന്നുള്ളൊരു വിശ്വാസത്തോടും കൂടിയാണ് ഇന്നത്തെ ഒരു ചടങ്ങിൽ ഇതും കൂടി നമ്മൾ യോജിപ്പിച്ച് നടത്തിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം ഇതിനോടൊപ്പം ഞങ്ങളോട് സംസാരിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം. അടുത്ത് സംസാരിക്കുന്നത് ശ്രീമതി നിർമ്മല രാജഗോപാൽ മാഡത്തെ ക്ഷണിക്കും. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബഹുമാന്യരായ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഈ പുസ്തകം ജന്മാന്തരങ്ങളിൽ ചന്ദ്രോദയങ്ങൾ തെന്നൂർ രാമേന്ദ്രൻ സാർ എഴുതിയ ഈ കവിതാ സമാഹാരം സ്വീകരിക്കാൻ എനിക്ക് കിട്ടിയ സന്ദർഭം ഞാൻ വളരെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഈ പുസ്തകം സാധാരണ രീതിയിലുള്ള ഒരു പുസ്തകമല്ല. ഈ കവിതകൾ ഇത് വളരെ ശ്രേഷ്ഠമാണ്, ഉദാത്തമാണ്.
എന്നാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളത്. ഏത് രീതിയിലുള്ള കവിതകളാണെന്നല്ല, പാരമ്പര്യാധിഷ്ഠിതമായാലും നവീന രീതിയിലുള്ള കവിതകളായാലും അതിൽ ഉദാത്തത വേണം, ഒരു ശ്രേഷ്ഠത. നമ്മുടെ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉത്തേജനം അതിൽ നിന്നുണ്ടാവണം. ഇതിലെ ഓരോ കവിത എടുത്താലും നമ്മുടെ ഭാരതീയ സംസ്കാരം ഇന്ന് ഏത് രീതിയിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ജീവിക്കുന്ന രീതികൾ വളരെ അപലപനീയമായിട്ടുള്ള രീതിയാണ്. അപ്പോൾ ഈ സംസ്കാരത്തിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന രീതിയിലുള്ള കവിതകൾ ഇതിനകത്ത് ധാരാളമുണ്ട്. സംസ്കൃതി എന്ന പേരോടുകൂടി തന്നെ ഒരു കവിതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ പരിസ്ഥിതി സംരക്ഷണം, പരിസ്ഥിതി ഇന്ന് വയലുകളില്ല, കൃഷിയില്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വന്നാൽ ഉണ്ണാം എന്നുള്ള സ്ഥിതിയാണ്. ഇത് നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ്. ഇതിനെതിരായി അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ കവിതകൾ നോക്കിയാൽ ഓരോ കവിതകളും ഓരോ രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സമയക്കുറവുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ഈ കവിതകൾ വളരെ ശ്ലോകങ്ങളായിട്ട് എഴുതിയിരിക്കുന്ന കവിതകളുണ്ട്. വൃത്തബദ്ധമാണ് കവിതകൾ. ഇന്നിപ്പോൾ വൃത്തം വേണ്ട, ഒന്നും അർത്ഥപുഷ്ടി വേണ്ട, പദം വേണ്ട, നല്ല പദങ്ങൾ വേണ്ട, പെണ്ണുങ്ങൾ ചന്തയിൽ ഉപയോഗിക്കുന്ന ഭാഷയെ ഉപയോഗിച്ചാൽ മതി എന്ന് പരസ്യമായിട്ട് നിരൂപകർ പറയുന്ന കാലമാണ്. എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടുള്ളൂ. പലയിടത്തും ഞാൻ എതിർത്തിട്ടുണ്ട് ഈ ഒരു സംഭാഷണത്തെ. ഞാൻ കവിത എഴുതുന്നത് പാരമ്പര്യാധിഷ്ഠിതമായ രീതിയിലാണ്. അല്ലാത്ത കവിതകളും എഴുതിയിട്ടുണ്ട്, അതിനോടൊരു പുച്ഛമില്ല. പക്ഷെ അതിലും എന്തെങ്കിലും ഒരു കാമ്പ് ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടായിരിക്കണം. വെറുതെ മനുഷ്യരിൽ, വായനക്കാരിൽ ദുരൂഹത ഉണ്ടാക്കുക എന്നത് മാത്രമായിട്ടുള്ള കവിതകൾ ഇറങ്ങിയപ്പോഴാണ് ആളുകൾ ഇതിനെ എതിർത്തു തുടങ്ങിയത്. ഇദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കുമ്പോൾ കവിത വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു അനുഭൂതിയാണ്. അനുഭൂതി തലത്തിലേക്ക് നമ്മളെ മനസ്സിനെ ഉയർത്തണം. അതാണ് യഥാർത്ഥ കവിത. ഏത് വിഷയമായാലും 104 കവിതകളുണ്ട്, ഓരോന്നും വ്യത്യസ്തമാണ്. എല്ലാം വ്യത്യസ്തമല്ല. ഇപ്പോൾ വാഗ്ദേവതയെക്കുറിച്ച് അദ്ദേഹം ധാരാളം കവിതകൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഓരോന്നും വ്യത്യസ്ത രീതിയിലുള്ള കവിതകളാണ്. ദേവതയെ പൂജിച്ച് സാറിൻ്റെ ആ തപസ്യ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അറിയാം. വാഗ്ദേവത അടുത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കും. അതുപോലെയുള്ള പ്രാർത്ഥനകളാണ് ശ്ലോകങ്ങളായും കവിതകളായും ഒക്കെ എഴുതിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച്, ഈ പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് സമയം വേണ്ടതാണ്. പക്ഷേ സമയക്കുറവ് കൊണ്ട് ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു, ശ്ലോകങ്ങളും വൃത്തബദ്ധമായ ശ്ലോകങ്ങളും മന്ദാക്രണതയും ശാർദൂല വിക്രീതവും ശിഖരിണിയും ഈ വൃത്തങ്ങളെല്ലാം അദ്ദേഹം ഇതിനകത്ത് ഉപയോഗിച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട്. കുസുമമഞ്ജരിയുണ്ട്. ഞാനതൊക്കെ ഒക്കെ ചൊല്ലി നോക്കുകയും ചെയ്തു. ഞാൻ അക്ഷരശ്ലോകമൊക്കെ ചൊല്ലുന്നതുകൊണ്ട് എനിക്ക് വൃത്തബദ്ധതയെക്കുറിച്ചൊക്കെ അറിയാവുന്നത് കൊണ്ട് എനിക്കതൊക്കെ വളരെ ആസ്വദിക്കാൻ കഴിഞ്ഞു. അതുകൂടാതെ ഞാനിപ്പോൾ പറഞ്ഞത് വൈവിധ്യ രീതിയിലുള്ള എഴുത്ത് എന്ന് പറഞ്ഞതിന് ഉദാഹരണം ഞാൻ പറയുകയാണ്. ദുഃഖസമുദ്രം എന്നുള്ള കവിതയാണ്. അതിനകത്ത് ഈ വയലേലകൾ ഇല്ലാത്ത ആ കാര്യത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആ വിഷയമനുസരിച്ച് അവിടെ വളരെ ഉദാത്തമായ ശ്ലോക രീതിയിൽ എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടെ എഴുതിയിരിക്കുന്നത് ആ 3-4 വരി മാത്രം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ദുഃഖസമുദ്രം, ഇതിൽ വയലുകളില്ലാതായി, നീർത്തടങ്ങൾ മാത്രമായി, ചോലകളില്ല, മരുഭൂമിയായി, അതിനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിലെഴുതിയിരിക്കുന്ന രീതി നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടെയാകും ഒരു ദിനമോർത്ത്, കാറ്റിലുലഞ്ഞിടുക വിളയുമ്പോൾ കോരന് കൊയ്യാൻ കതിരുകളേറെ, അങ്ങനെ മോഹം വിതറിയ കാലം നെന്മണി കൊയ്യാൻ വയലിലിറങ്ങാൻ, ചെങ്കൊടി കുത്തിയിട്ടൊരുമയിലെല്ലാം കൊണ്ടു നടന്നു കവിത വിരിഞ്ഞു. അങ്ങനെ നമുക്കന്ന് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. പക്ഷെ ഇന്ന് ആ സമയത്ത് വയലുകളില്ല, എല്ലാം നീർത്തടങ്ങൾ മാത്രമായി. അങ്ങനെ ആ എഴുതുന്നതിലുള്ള ആ വൈവിധ്യം. അതുപോലെ തേന്മാവ് എന്ന ഒരു കവിതയുണ്ട്. അതിൽ അദ്ദേഹം അറിയാം
സാന്ദർഭികമായി അദ്ദേഹം രണ്ടുപേരി അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തേന്മാവിനെ കുറിച്ചാണ് അദ്ദേഹം കവിത എഴുതി. തേന്മാവ് വിളയാറാകുമ്പം പഴങ്ങളുണ്ടാകുമ്പം പക്ഷികൾ സന്തോഷിക്കുന്നു, അതൊക്കെയാണ് കിളികൾ, അതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അദ്ദേഹം രണ്ട് വരി ചേർത്തിട്ടുണ്ട്. അങ്കണ തൈമാവിലെ ആദ്യത്തെ പൊൻപഴം അമ്മ മലയാളത്തെ നോവിച്ചുവോ. അപ്പോൾ നമ്മൾ വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ചില കവിതകളിൽ പ്രത്യേകം നമ്മൾ എടുത്ത് കാണിക്കത്തക്കവണ്ണമുള്ള നല്ല നല്ല ഉദാഹരണ പോലെ പലയിടത്തുനിന്നും ഉള്ള വരികൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ എല്ലാ കവിതകളിലും ഈ 104 കവിതകളിലും ഞാൻ പലതും ചൊല്ലിക്കേൾപ്പിക്കണമെന്നൊക്കെ വിചാരിച്ചു, അതിവിടെ സാധ്യമല്ല. പിന്നെ ഈ പാരമ്പര്യാധിഷ്ഠിതമായിട്ടുള്ള കവിതകളിൽ ഇത്രയും ശ്രേഷ്ഠമായ കവിതകളുടെ ഒരു സമാഹാരം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഈ കവിതകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഒരു അനുഭൂതി തലത്തിലേക്ക് കൊണ്ടുപോയി. എന്നെ 104 കവിതകളുള്ള ഈ പുസ്തകം ഞാൻ ഇന്നലെയാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്. പക്ഷേ ഈ 104 കവിതകളും ഞാൻ വായിച്ചു. വാഗ്ദേവതയെക്കുറിച്ചിരിക്കുന്ന എഴുതിയിരിക്കുന്ന ശ്ലോകങ്ങളും കവിതകളും ഒക്കെ എത്ര ഭക്തിസാന്ദ്രവും അതേസമയം മനോഹരവും. ഞാനിതിൽ ആദ്യം എഴുതി വെച്ചത് ഈ കവി പണ്ഡിതനും അസാധാരണമായ കാവ്യാനുശീലനം കൊണ്ട് കവിത എങ്ങനെ എഴുതണം, ഏത് രീതിയിൽ എഴുതണം, എങ്ങനെ പദങ്ങൾ ഉപയോഗിക്കണം, ഇതെല്ലാം അറിയുന്ന ഒരാളാണ്. അതേസമയം നമ്മുടെ സംസ്കാരത്തിന് ഏറ്റവും അങ്ങേയറ്റത്തെ ആ ഗരിമ കൊടുക്കുന്ന ഒരു കവിയുമാണ്. ഇതിലെ കവിതകളെല്ലാം തന്നെ സാരോപദേശമെന്ന് വേണം നമുക്ക് പറയാം. സ്വദേശപരമായ കവിതകളാണ് ഈ കവിതകൾ. ഈ വരുന്ന തലമുറയ്ക്ക് വളരെ ഉപയോഗപ്പെടും. പക്ഷേ വരുന്ന തലമുറ ഇതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പരിതാപകരം. ഏതായാലും ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. സാറിന് ഞാൻ എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇത്രയും നല്ല ഒരു കവിതാ സമാഹാരം എനിക്ക് വായിക്കാൻ ഈ സന്ദർഭം കിട്ടിയതിലും ആ പുസ്തകം ഇവിടെ ഏറ്റുവാങ്ങാനുള്ള അവസരം കിട്ടിയതിലും ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടയാണ്. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഞാൻ മുൻപ് ഒരു പുസ്തകവും വായിച്ചിട്ടില്ല, പക്ഷെ ആദ്യമായിട്ട് വായിച്ച പുസ്തകമാണ്. പക്ഷെ എനിക്ക് അങ്ങേയറ്റം അദ്ദേഹത്തെ ഭാവനാ സമ്പന്നനും സംസ്കാര സമ്പന്നനും എല്ലാമായ ഒരു കവിയായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള കവികൾക്ക് എഴുതാൻ വിഷയമില്ല. അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളും ഒരുപാട് വിഷയങ്ങൾ കിടക്കുകയാണ് കവിത എഴുതാൻ. ഇപ്പോഴുള്ളവർക്ക് വായനയില്ല, അതൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും ഒരു പൈപ്പ് പൊട്ടിയ ഉടനെ അതിനെക്കുറിച്ച് ഒരു കവിത എഴുതും. ഏതെങ്കിലും ഒരു മരം മുറിഞ്ഞ് വീണെങ്കിൽ ഉടനെ അതിനൊരു കവിത എഴുതും. അതിൽ കവിതയും കാണുകയില്ല, ഒരർത്ഥവും കാണുകയില്ല. നമ്മൾ പിന്നെ ഊഹിച്ചെടുക്കണം, ഇതായിരിക്കാം. അങ്ങനെ കവിത എന്ന് മാത്രം എഴുതും, വിഷയമില്ല അവർക്ക്, പദസമ്പത്തില്ല. അങ്ങനത്തെ കവികൾ, അവരുടെയൊക്കെ ഇടയ്ക്ക് ഇതുപോലെയുള്ള കവികൾ, ഇവരുടെയൊക്കെ കവിത പുസ്തകങ്ങൾക്ക് നല്ല പബ്ലിസിറ്റി ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എനിക്ക് ഇത്രയും സമയം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്മ, സ്നേഹം.